Ashwini, Bindu Sanjay, Kavya, good afternoon. Archana Achu, good afternoon. Okay, let us start. Well, we discuss the reported speech in a present continuous, past continuous, whatever report speech in a പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞായിരുന്നു. അശ്വതി ഓർക്കുന്നുണ്ട്, ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്ത് മലയാളം തന്നിട്ട് ട്രാൻസ്ലേഷൻ ഇട്ടപ്പോൾ മാറിയത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്ത ഒരു ദിവസം. ബിന്ദു സത്യൻ, ഡു യു റിമെമ്പർ? അർച്ചന, ഡു യു റിമെമ്പർ? ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്യുന്നത് മലയാളം, അത് ഏതായിരുന്നു ഓർമ്മയുണ്ട് ബിന്ദു സത്യൻ? ആ ട്രാൻസ്ലേഷന്റെ തുടക്കം ഒന്ന് പറയാമോ? ഫ്രൈഡേ ഒന്നും അല്ല, അതിന് മുമ്പ് ചെയ്തതാണ്. ബിന്ദു സത്യൻ ആ ട്രാൻസ്ലേഷന്റെ സ്റ്റാർട്ടിങ് വന്നു, ഏറ്റവും അവസാനം ചെയ്തത്. Yes, Bindu. യെസ്, അത് ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ പോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്രാൻസ്ലേഷൻ നോക്കാം. ഞാൻ ഒരു ട്രാൻസ്ലേഷൻ പറയാം. മലയാളത്തിൽ നിങ്ങൾ എഴുതിയെടുക്കാം. നേരത്തെ എഴുതിയതാണെങ്കിൽ പറയണം. പറയട്ടെ? യെസ്, എഴുതിക്കോളൂ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഇപ്പോൾ പോലും ഞാൻ ആ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് മുൻപിൽ ആ സ്വപ്നം വെളിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഒരു ദിവസം ഞാനത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും.
നിങ്ങൾക്കതറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ട്. നിങ്ങൾക്ക് അതറിയാൻ ഒരു ജിജ്ഞാസയുണ്ട്. എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തി. എന്നാൽ എന്റെ കുടുംബ അംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതിനുശേഷം എന്റെ സ്വപ്നം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നെ ഒരു സഹോദരനായി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. യെസ്, ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു 10 മിനിറ്റ് സമയം തരാം. കഴിയുന്നത് പറയാം. രണ്ടും ഒരുമിച്ച് നോക്കാം. ഓക്കെ, ആഷിക അത് എഴുതി വെച്ചോളൂ. നമുക്ക് ഒരുമിച്ചാണ് നോക്കാം. കുറച്ചുകൂടി കഴിഞ്ഞ് കേട്ടോ. ടു 3 ലൈൻസാ ഏതാണ്? സാർ, ഞാൻ തുടക്കത്തിലില്ലായിരുന്നു, ഇടയ്ക്ക് വെച്ച ജോയിൻ ചെയ്ത്. നിങ്ങൾ അത് അറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഇപ്പോൾ പോലും ആ സ്വപ്നം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് മുൻപിൽ ആ സ്വപ്നം വെളിപ്പെടുത്തുവാൻ എനിക്കിപ്പോൾ കഴിയില്ല.
പക്ഷെ ഒരു ദിവസം ഞാനത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. ക്രിസ്റ്റോ, ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്കതറിയാൻ, ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്കതറിയാൻ ഒരു ജിജ്ഞാസയുണ്ട് എന്നാണ്. ബാക്കി കഴിഞ്ഞിട്ടില്ലേ? യെസ് സാർ ഉണ്ട്. ഓക്കെ.
ഓക്കെ 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 ഓക്കെ, നമുക്ക് റെഡിയാക്കാൻ വെച്ചാൽ രാജ് ഇവിടെ കഴിഞ്ഞാല് ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. കഴിയുമ്പോ പറയണേ. യെസ്, ഓക്കെ 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 ശാന്തി, യെസ്. ഒരു മിനിറ്റ്, ബിന്ദു കഴിഞ്ഞോ? യെസ്, അശ്വതി, അശ്വതി വിശാഖ്, അർച്ചന. അത് കുഴപ്പമില്ല അശ്വതി, നമുക്ക് പയ്യെ ആരംഭിക്കാം. ആദ്യത്തെ ഞാൻ ഒന്ന് വായിച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും.
ആഷികയുടെ കഴിഞ്ഞല്ലേ? യെസ്, ഫസ്റ്റ് വരി വായിച്ച ആഷിക. ഞാൻ വായിക്കാം, അതിന് ഇംഗ്ലീഷ് മാത്രം വായിച്ചാൽ മതി. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. In my life, I had a dream. വെരി ഗുഡ്. ഐ ഹാഡ് എ ഡ്രീം ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാലും ഐ ഹാഡ് എ ഡ്രീം ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. യെസ്. അടുത്ത വാചകം ആഷികനെ പറഞ്ഞോളൂ. ഇപ്പോൾ പോലും ഞാൻ ആ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നു. Nowadays, I keep my dreams in my heart. Nowadays, I keep that dream in my mind. അതല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം. Nowadays എന്ന് പറഞ്ഞതിന് പകരം even now, ഇപ്പോൾ പോലും, even now, I keep that dream in my mind എന്നും പറയാം. ഇനി ഈവൻ നൗ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് അവിടെ വേറൊരു വേർഡ് പറയാം, സ്റ്റിൽ. അത് വെച്ചും പറയാം. സ്റ്റിൽ ഐ കീപ് ദാറ്റ് ഡ്രീം ഇൻ മൈ മൈൻഡ്. യെസ്. ഇനി അടുത്തത് അർച്ചന. ചോദ്യം ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ചോദ്യം ഞാൻ വായിക്കാം. നിങ്ങൾക്ക് മുന്നിൽ ആ സ്വപ്നം വെളിപ്പെടുത്താൻ എനിക്കിപ്പോൾ കഴിയില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞ I cannot share my dream informed of you. Yes, correct. I cannot share. അല്ലെങ്കിൽ ഷെയർ എന്നുള്ളതിന് പകരം റിവീൽ, ഡിസ്ക്ലോസ്. ഓക്കെ കാവ്യ, പറഞ്ഞാലും ശരിയാണ്. ഡിസ്ക്ലോസ് എന്നോ റിവീൽ എന്നോ പറഞ്ഞാലും സെയിം ആണ്. ഐ കനോട്ട് ഷെയർ അല്ലെങ്കിൽ ഐ കനോട്ട് ഡിസ്ക്ലോസ് അല്ലെങ്കിൽ ഐ കനോട്ട് റിവീൽ ദാറ്റ് ഡ്രീം ബിഫോർ യു. നിങ്ങൾക്ക് മുന്നേ വെളിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അടുത്തോടെ വായിച്ചോ അർച്ചന. പക്ഷേ ഒരു ദിവസം ഞാനത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. അർച്ചന. But one day I will show you. യെസ്, one day. ശബ്ദം കിട്ടുന്നില്ല അർച്ചന. യെസ്, നമുക്കത് എങ്ങനെ പറയാം? പക്ഷേ ഒരു ദിവസം, ബട്ട് one day I will disclose that dream before you. അല്ലെങ്കിൽ one day I will reveal that dream before you. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ആ സ്വപ്നം വെളിപ്പെടുത്തും. യെസ് കാവ്യ. ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അതറിയാൻ ഒരു ജിജ്ഞാസയുണ്ട് എന്നാണ്. കാവ്യ. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ. ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അതറിയാൻ ഒരു ജിജ്ഞാസയുണ്ട് എന്നാണ്. I think you have curiosity to know that. Very good. I think you have curiosity to know that. Correct. I think, ഞാൻ ചിന്തിക്കുന്നു. You have curiosity, ജിജ്ഞാസ. അടുത്തൊരു വരി കൂടി പറഞ്ഞോളൂ കാവ്യ. എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തി. I revealed my dream to my family. Yes, I revealed my dream to my family. ആ ടു എന്നുള്ളതിന് പകരം ഇൻ പറഞ്ഞാലും കുഴപ്പമില്ല. I revealed my dream in my family. എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ സ്വപ്നം വെളിപ്പെടുത്തി. എന്നാൽ എന്റെ കുടുംബാംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. പറഞ്ഞോളൂ കാവ്യ. But my family members didn't support me. Very good. But my family members didn't support me. Okay, കാവ്യ.
എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ബിന്ദു സത്യൻ. അതിനുശേഷം ഞാൻ എന്റെ സ്വപ്നം ആരോടും പറഞ്ഞിട്ടില്ല. യെസ്. ആഷിക Yes, sir. പറഞ്ഞോളൂ. അതിനുശേഷം എന്റെ സ്വപ്നം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. 1 minute, sir. Then I didn't share anyone about my dream. Then I didn't share my dream to anyone. Yes. Then I didn't share my dream to anyone. അല്ലെങ്കിൽ I have not shared my dream after that. I have not shared my dream after that. അർച്ചന. അർച്ചന ചു. യെസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? In English, What do you guys think? what do you feel? എടാ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? What do you feel? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അടുത്ത പറഞ്ഞോളൂ. എന്നെ ഒരു സഹോദരനായി കാണുക. എന്നെ ഒരു സഹോദരനായി കാണുക. See me as your brother. Brother. See me as your brother എന്ന് പറയാം. അല്ലെങ്കിൽ see എന്നുള്ളൊരു പകരം consider me as your brother. As തന്നെ വേണം എന്ന നിലയ്ക്ക് as your brother. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. മനസ്സിലായോ? Then tell your option. Yes. Then you tell your opinion. Yes. Then you tell your opinion or tell your view. I share your views. Okay. Okay. ശരി. കാവ്യ. Yes, sir. ഞാനൊരു മലയാളം സിമ്പിൾ വാചകം പറയുന്നു. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാണ്. ഇന്നലെ ഇവിടെ വന്ന ആൺകുട്ടി ഇവനാണ്. ഇംഗ്ലീഷ് പറഞ്ഞു. ഇന്നലെ ഇവിടെ വന്ന ആൺകുട്ടി ഇവനാണ്. He is the boy who came here yesterday. Who came here yesterday? ആഷിക എന്ത് തോന്നുന്നു? ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാകുന്നു. Yes. He is the boy who came here yesterday. Yes. ഞാൻ ആ റിലേറ്റീവ് പ്രോനൗൺ എന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. He is the boy who came here yesterday. ഞാനൊരു വാചകം പറയാം. ഒരു വാചകമല്ല, 2 വാചകം പറയാം. ആ 2 വാചകത്തിനെ നിങ്ങൾ 1 സെന്റൻസ് ആക്കി മാറ്റുക. ഒറ്റ സെന്റൻസ് ആക്കി മാറ്റുക. നിങ്ങൾക്ക് ആവശ്യമുള്ള റിലേറ്റീവ് പ്രോനൗൺ എന്നത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് make it to 1 sentence. For example, പറയാം. എഴുതിക്കൊള്ളൂ. Here is the scooter. രണ്ടാമത്തെ വാചകമാണ് I bought it. BOUGHT. I bought it last week. Last week. WEEK, week. Okay. ഇവിടെ നോക്കി. Here is a scooter. ഇവിടെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്. I bought it last week. കഴിഞ്ഞ ആഴ്ച ഞാനത് വാങ്ങി. ആ 2 സെന്റൻസിന് ഒറ്റ സെന്റൻസ് ആക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയതായ സ്കൂട്ടറാണ് ഇവിടെ ഇരിക്കുന്നത്.
make into one sentence. You can use any relative pronoun. Okay, Kavya? What relative pronoun മാത്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഞാൻ വാങ്ങിയതായ വാട്ടിന് പകരം വിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിച്ചാലും കറക്റ്റാണ്. അപ്പൊ ഈ ആൻസർ എന്ത് വരും? ഹിയർ ഈസ് ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ഹിയർ ഈസ് ദ സ്കൂട്ടർ ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക്. വേറൊരു വാചകം പറയാം, എഴുതിക്കോളൂ. The boy is my student. The boy is my student. Full stop. രണ്ടാമത്തെ സെന്റൻസ്, his father came here yesterday. His father came here yesterday. Okay. ആ രണ്ട് സെന്റൻസുകളെ ഒന്നാക്കുക. ചോദ്യം അർത്ഥം പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. This is my student. ഇത് എന്റെ വിദ്യാർത്ഥിയാണ്. His father came here yesterday. അവന്റെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇതേ അർത്ഥം തന്നെ വരണം. രണ്ട് സെന്റൻസുകളെ ഒന്നാക്കുക. You can use any relative pronoun. ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാം. ഓ, ശ്രീലക്ഷ്മി, അതൊന്നും കൂടെ എഡിറ്റ് ചെയ്യും. യെസ്, ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത്. യെസ്, അർച്ചന, ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് ശരിയാക്കാം. നിങ്ങൾ പരത്തി പറയുന്നു. അല്ല, ഹൂസ് തന്നെ പറയാം. പരത്തി പറയാൻ നമ്മൾ ആദ്യം പറയുന്നത് ആരാണ്? ആൺകുട്ടി.
അത് തന്നെയാണ് ആക്ച്വലി അവിടെ എഴുതിയത്. ദിസ് ഈസ് മൈ സ്റ്റുഡന്റ്, ഇതെന്റെ വിദ്യാർത്ഥിയാകുന്നു. ഹൂസ് ഫാദർ കെയിം ഹിയർ. അപ്പൊ അതിനേക്കാൾ നല്ലത് ദ ബോയ്, കുട്ടി, കോമ, ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത്. അപ്പൊ ഈസൊക്കെ കളയാം അവിടെ. ബോയ് എങ്ങനെയുള്ള കുട്ടി? ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത് ആ കുട്ടി. ദ ബോയ് ഹൂസ് ഫാദർ കെയിം ഹിയർ യെസ്റ്റർഡേ ഈസ് മൈ സ്റ്റുഡന്റ്. അത് എങ്ങനെയാണ്? എന്റെ വിദ്യാർത്ഥിയാണ്. ഈസ് മൈ സ്റ്റുഡന്റ്. യെസ്. അപ്പൊ അതൊന്ന് മാറ്റിയത് ശാന്തിരാജ്. അതായത് അതിനകത്ത് രണ്ട് ക്ലോസുകളാണ്. ഒന്ന് മെയിൻ ക്ലോസ് ഉണ്ട്, ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. അപ്പൊ അവിടെ ഹൂസ് ഫാദർ കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്നതായ, അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കി പറയുമ്പോൾ നമുക്ക് മെയിൻ ക്ലോസ് കറക്റ്റ് ആയിട്ട് കിട്ടണം. യെസ്. ഓക്കെ. അടുത്തത് മിസ്റ്റർ റെഡ്ഡി. അടുത്തത് മിസ്റ്റർ റെഡ്ഡി, REDDY, is our English teacher. Mr. Reddy is our English teacher. Full stop. He is a good actor. He is a good actor. Yes. ഞാൻ പറയാം. I will repeat. Mr. Reddy is our English teacher. അതൊരു സെന്റൻസ്. രണ്ടാമത്തേത് he is a good actor. Yes. Combine into one. Yes, Rashmi. Yes, അപ്പോൾ ഉത്തരം ഞാൻ പറയാം. മിസ്റ്റർ റെഡ്ഡി, who is our English teacher? ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറായ മിസ്റ്റർ റെഡ്ഡി is a good actor also. Is a good actor also, or he is a good actor too. Yes. Okay. അപ്പോൾ അത് മതി.
അപ്പൊ ഇതിന് രണ്ടു കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. യെസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചാണെങ്കിൽ പറയണേ. ചോദ്യം ഇതാണ്, കെയിൽ തുടങ്ങുന്ന ചോദ്യമായിരുന്നു, ആൻസർ ആയിരുന്നു. ടു ക്യാപ്ചർ സംബഡി ബൈ ഫോഴ്സ്. ചോദിച്ചതാണ് ഞാനത്, ഇല്ലല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ചോദിക്കാം കേട്ടോ. യെസ്, അപ്പൊ യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ കെ. നോളജ്, കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ആരംഭിക്കുക നിങ്ങളുടെ ആൻസർ. ഞാനപ്പോ ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്, ആ മീനിങ്ങിന്റെ വൺ വേർഡ് നിങ്ങൾ പറയുക. ചോദ്യം ഇതാണ്, ടു ക്യാപ്ചർ സംബഡി ബൈ ഫോഴ്സ്, യൂഷ്വലി ടു ഗെറ്റ് മണി. ശ്രീലക്ഷ്മി, ശാന്തിരാജ്, അർച്ചന. Yes, that is the correct answer. The answer is kidnap. Yes, അടുത്തത്. A Japanese method of self-defense using hands, arms, and feet. ശാന്തിരാജ്, ശ്രീലക്ഷ്മി. ചോദിച്ചാണ് അല്ലേ? ഞാൻ അതാണ് ആദ്യം ചോദിച്ചത്. യെസ്, ഇത് ചോദിച്ചാണെങ്കിൽ അപ്പോൾ വിട്ടേര്. യെസ്, ഓക്കെ. Then അടുത്ത ചോദിക്കാം. അടുത്ത ആൻസർ പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ അല്ല, ലാസ്റ്റ് ലെറ്റർ എൽ എന്നായിരിക്കണം. ലാസ്റ്റ് ലെറ്റർ ഷുഡ് ബി എൽ. ലേണിംഗ്, എൽ ൽ അവസാനിക്കുന്നതായിരിക്കും ലാസ്റ്റ് ലെറ്റർ, എൽ. ഓക്കെ, ഞാൻ എക്സ്പ്ലനേഷൻ പറയാം, അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം. A clear mineral like glass. ചോദിച്ചതാണ്. യെസ്, ഓക്കെ. അത് അടുത്ത ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ എന്നായിരിക്കണം. എൻ, എൻ, നോട്ട്. ചോദ്യം ഇതാണ്, എ ഗ്യാസ്, GAS, എ ഗ്യാസ്. അശ്വതി, ശ്രീലക്ഷ്മി. അശ്വതി, ശ്രീലക്ഷ്മി, ശാന്തിരാജ്. അശ്വതി, ശ്രീലക്ഷ്മി ആൻഡ് ശാന്തിരാജ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ചോദിച്ചിട്ടില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. അടുത്തത്, എ കാർ
brand. A car brand. Srilakshmi, Ashwini, Shandiraj. Srilakshmi, Ashwini and Shandiraj. Next പറയാം. Nissan പറയാം. Yes. Okay. അടുത്തത്. F-O-U-R-4, 4. A 4-letter word used when you like something and find it pleasing. A 4-letter word. Okay, Ashwini, Archana, Srilakshmi. Ashwini, Archana, Srilakshmi. Correct answer. That word is nice. Nice. Very good. Yes. അടുത്തത്. A West African country. Srilakshmi, Bindu, Ashwini. Srilakshmi, Bindu and Ashwini. Correct answer ആണ് Nigeria. Yes. Okay. അടുത്തത്. One of the primary metals in the making of coins, C-O-N-S, coins. Ashwini, Kavya, Srilakshmi. Ashwini, Kavya നേരത്തെ വന്നിട്ടില്ല അല്ലേ? Kavya and Srilakshmi. Your answer is right. The answer is nickel. അടുത്തത്. A bird with sweet voice. A bird with sweet voice. Yes, Ashwini, Srilakshmi, Shandiraj. Ashwini, Srilakshmi, Shandiraj. Yes, nightingale. Yes. അടുത്തത് ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇംഗ്ലീഷില്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയും. ചോദ്യം ഇതാണ്. An unpleasant dream. An unpleasant dream. Srilakshmi, Ashwini, Archana. Srilakshmi, Ashwini, Archana. Yes, your answer is right. Nightmare. അടുത്തത്. A very famous waterfall in the world. A very famous waterfall in the world. Srilakshmi, Shandiraj, Archana. Srilakshmi, Shandiraj, Archana. Yes. ഇത് ചോദിച്ചതാണ്. Yes. എന്നിട്ട് എത്ര സമയം വേണ്ടിയില്ലല്ലോ. യെസ്. ഓക്കെ. യെസ്. നമുക്ക് മാറ്റി ചോദിക്കാം. എനിക്കവിടെ അവരൊന്നും ഇത് എടുത്തപ്പോ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അതാണ് അവര് ഇല്ലാതിരുന്നത്. യെസ്. എന്നിട്ട് എന്താ കാവ്യ പെട്ടെന്ന് മറുപടി പറയാതിരുന്നത്? യെസ്. അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ് ചോദിച്ചിട്ടില്ലാന്ന്. യെസ്. ഏതൊരു ചോദിക്കും.
യെസ്, അപ്പൊ ഞാൻ ചോദിച്ചേക്കാം. ഇനിയിപ്പോ ഏതായാലും കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ. യെസ്. ഓക്കെ കാവ്യ. യെസ്, അപ്പൊ അവൻ ചോദിച്ചു വന്നത് നൈജീരിയ പറഞ്ഞ് നയാഗ്ര പറഞ്ഞു. യെസ്. അടുത്ത ചോദ്യം. An addictive substance found in tobacco. An addictive substance found in tobacco. Kavya, Srilashmi, Archana. Kavya, Srilashmi, Archana. Correct answer, no? Your answer is nicotine. Correct answer, nicotine. அடுத்தது. A person skilled in a ancient Japanese martial art. A person, yes, Ashwini, Srilashmi, Shandiraj. Ashwini, Srilashmi, and Shandiraj. Yes, your answer is right. Next question. The biggest two-digit number. Biggest two-digit number. Ashwini, Archana, Srilashmi. Ashwini, Archana, Srilashmi. Yes, your answer is 99. It is a correct answer. Next question. A word to represent zero is a DRO. Zero score in some games. A word to represent zero score in some games. Sri Lakshmi, Shandiraj, Archana. Sri Lakshmi, Shandiraj, Archana. Yes, correct. Nil. Nil. Next. The daughter, DAUGHT, daughter of your brother or sister. The daughter of your brother, Sri Lakshmi, Ashwini, Shandiraj. Sri Lakshmi, Ashwini, and Shandiraj. Yes. So correct answer. Niece. അടുത്തത്. An unofficial name by which a person is known. KNOWN, known. And Ashwini, Bindu Satyan, Srilashmi. Ashwini, Bindu Satyan, and Srilashmi. Your answer is right. The answer is nickname. அடுத்தது. The longest river in the world. Sri Lakshmi, Ashwini, Shandiraj. Sri Lakshmi, Ashwini, and Shandiraj. Okay. അപ്പൊ ഞാൻ ഇതിന്റെ പോയിന്റ് ഒക്കെ ഒന്ന് പറയാം. യെസ്, അപ്പൊ കാവ്യ 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ബിന്ദു സത്യനും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അർച്ചനക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്.
ശാന്തിരാജിന് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 3ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ദെൻ അശ്വതിക്ക് 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 12 പോയിന്റ് 2ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി വ്യക്തമായ മാർജിനോട് കൂടിയാണ് മുന്നിൽ നിൽക്കുന്നത്. 16 പോയിന്റോടുകൂടി 1ാം സ്ഥാനത്തുണ്ട്. Okay, so we will meet with another class with relative pronoun. Okay, bye.